ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മധുരമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. കുറേ ദിവസമായി ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ചിലവർക്കൊക്കെ പെട്ടെന്ന് ഓരോ ആഗ്രഹങ്ങൾ തോന്നും. ചിലപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം, പരിപ്പുവടയോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ വല്ല പായസമോ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു ചെറിയൊരു ആഗ്രഹമാണ് പാൽപ്പായസം ഉണ്ടാക്കി കഴിക്കാൻ. അതും സാധാരണ പാൽപ്പായസം അല്ല, ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടില്ലേ അതുപോലത്തെ ഒരു പാൽപ്പായസം. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ചെയ്ത് കഴിഞ്ഞ ഒരു റെസിപ്പി ആയിരിക്കും, എങ്കിലും വേണ്ടില്ല. എനിക്ക് പെട്ടെന്നൊരു പായസം കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. ഈ പായസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷമുള്ള ദിവസങ്ങളിലൊക്കെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പായസം. ഈ പായസത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പാലട പായസം, സേമിയ പായസം, പരിപ്പ് പായസം, ചക്ക പായസം, അങ്ങനെ ഒരുപാട് പായസങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ. ഈ പായസങ്ങളിൽ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചില പായസങ്ങളുണ്ട്. ആ ഒരു പായസത്തിനോട് ഇഷ്ടമുള്ള ചില കാറ്റഗറി ആൾക്കാരുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ നിന്ന് ആ ഒരു തുളസിയിലേക്ക് ആ ഒരു മണത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പായസം, ആ ഒരു പ്രസാദം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചുറ്റുപാടും ആ ഓർമ്മകളിലൊക്കെ വരും നമ്മുടെ മനസ്സിലേക്ക്. എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമ്പലപ്പുഴ ചെറിയൊരു പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം, ഗുരുവായൂർ പാൽപ്പായസം അത് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാലൊന്നും അതുപോലെ ആവില്ല. എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് കൂടെ പോണ പോലെ ഒരു അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാം. അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ വേണോ എന്തായിരിക്കും എന്നൊക്കെ. ഒന്നും വേണ്ട, നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാവണ എന്തായാലും ഉണ്ടാവുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് ശ്രദ്ധ അധികം വേണമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, നമുക്ക് ആ ഒരു മധുരമുള്ള റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു പായസത്തിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുത്തരിയാണ് കേട്ടോ. ഒരു പിടി കുത്തരിയാണ് നമ്മൾ ഈ ഒരു പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് പാല്, പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുക്കർ നന്നായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു കുക്കർ വേണം ഈ ഒരു പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പോൾ അതെന്തായാലും സൂക്ഷിക്കുക, നന്നായി വൃത്തിയായി കഴുകിയ കുക്കർ വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അരി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായി ഇളക്കി കുറച്ചൊരു ലേശം കഴിയുമ്പോൾ തന്നെ നമുക്കത് ചൂടാവുമ്പോൾ കയ്യിലേക്ക് ആവി തട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും തിളയ്ക്കാറായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ആ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ചൂടായി എന്ന് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇടാതെ ആ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പാലുള്ളിൽ തിളച്ച് വരുമ്പോൾ ആ ഒരു വെയിറ്റിൻ്റെ ആ ഒരു വിസിലിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൂടെ നമുക്ക് ആവി വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു അധികം സമയം എടുക്കാതെ തന്നെ നമ്മുടെ കുക്കറിൽ വിസിൽ വരും. ഒരു വിസിൽ വന്ന, ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഒരു വിസിൽ വന്ന വഴിക്ക് നമുക്ക് സിമ്മിൽ വയ്ക്കാം. സിമ്മിൽ വെച്ച് ഒരു അരമണിക്കൂർ അങ്ങനെ വയ്ക്കുക. അരമണിക്കൂർ ഒന്നും ചെയ്യണ്ട, അങ്ങനെ വിസിലടിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങോട്ട് ശ്രദ്ധിക്കുകയേ വേണ്ട. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 മണിക്കൂർ അടച്ച് വയ്ക്കുക, ഒന്നും ചെയ്യരുത്, തുറക്കരുത്. 1 മണിക്കൂർ ഇതാ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക, ചൂടുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ തുറക്കാൻ. ഇതിപ്പോൾ ഞാൻ തുറന്ന വീഡിയോ ആട്ടോ കാണിക്കുന്നത്, 1 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അരമണിക്കൂർ സിമ്മിൽ വെച്ച് ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി അമ്പലപ്പുഴ പാൽപ്പായസമാണ്. പിന്നെ ആ ഒരു അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പായസത്തിൻ്റെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ 2 കതിര് തുളസി ആഡ് ചെയ്തിരിക്കുന്നത്. ഈ റെസിപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷം മുന്നേ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മല്ലിക സുകുമാരി ചേച്ചി ഉണ്ടാക്കിയ ഫേമസ് റെസിപ്പിയാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അതേപടി ഞാൻ ഫോളോ ചെയ്തതാണ്. ആ ഒരു കളറ് കണ്ടില്ലേ, പിങ്ക് കളർ, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, എത്ര സിമ്പിളായിട്ട് ആ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്രയും രുചിയിൽ
ആ ഒരു പാൽപ്പായസം ഉണ്ടാക്കണേന്ന് അതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ, ആ ഒരു പിങ്ക് കളറിൽ. സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ഫൈനൽ ലുക്കും ആ റിസൾട്ടും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അമ്പലപ്പുഴ പാൽപ്പായസം റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കും. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ ഈ ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.